നമ്മളുടെ പരിമളം തൊട്ടതാ ഇപ്പൊ അനോമിയിലെ സാറ വരെ ആയി നിൽക്കുന്ന ഭാവനയ്ക്ക് ഒരു വലിയ ഭാവന സലാലയില് ഇത് ആദ്യമായിട്ടല്ലോ ഇതിനു മുമ്പ് വന്നിട്ടില്ലേ? നമസ്കാരം സലാല, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ എ വാം വെൽക്കം. ഇല്ല, ഞാൻ ഒരുപാട് നാളുകൾക്ക് മുമ്പ് സലാല വന്നിട്ടുണ്ട്, പക്ഷെ എപ്പോഴാന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല, കുറേ നാളായി. വീണ്ടും സലാല കണ്ടില്ലേ? ഇനി അവരോടുള്ള വിശേഷങ്ങൾ പറഞ്ഞെടുത്തോളാം. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇവിടെ വരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. അതിന് അവസരം ഒരുക്കി തന്ന ഹാർമോണിയസ് കേരള ഗൾഫ് മാധ്യമത്തോട് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. അതും സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി, അതാണ് കോസ്. സോ അത് ഒരു ഭയങ്കര നല്ല കാര്യമായതുകൊണ്ട് അതിലും ഒരു ചെറിയ ഭാഗമാകാൻ സാധിച്ചതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ സിംഗേഴ്സ് തന്ന ഒരു എൻകറേജ്മെന്റ് അത് ചെറുതല്ല. ഓരോ സ്ഥലത്തെ അതായത് ഞാൻ പറയുന്ന ഓരോന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ സെക്കൻഡ് മൂവിയായിരുന്നു ക്രോണിക് ബാച്ചലർ അല്ലേ? നമ്മൾ കഴിഞ്ഞോട് ക്രോണിക് ബാച്ചലർ നമ്മൾ ക്രോണിക് ബാച്ചലർ സിബിസാറിന് ഒരു ഫിലിം ചെയ്തിരുന്നു, പക്ഷെ ഏകദേശം ആ സമയത്ത് അപ്പൊ അവിടെ തൊട്ടുള്ള പാട്ടുകൾ നമ്മളിപ്പോൾ കേട്ടു. ഇതിനിടയിൽ തല തിരിച്ചിട്ടല്ല അതും കേട്ടു. ഇത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും വേറെ പാട്ടുകൾ ഇപ്പൊ ഹണി ബീൻ കേട്ടു, ഒക്കെ കേട്ടു. ഇതിനകത്ത് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ചോദിച്ചാൽ മൂന്നെണ്ണം പറയും. ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ചെയ്തത് ഇതുവരെയും ചെയ്തത് ഭയങ്കര ടഫാണ്, കാരണം ഒരുപാട് ഇഷ്ടമാണ് എല്ലാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഫസ്റ്റ് സിനിമ നമ്മളായതുകൊണ്ട് അതിൽ പരിമളം എപ്പോഴും എനിക്ക് ഫേവറേറ്റ് ആയിരിക്കും. അത് സോ പരിമളം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ പറക്കുംലത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. വെച്ചാൽ ഓരോ കാലഘട്ടത്തിലും ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം തന്നെ നമ്മൾ ഇപ്പോഴും ഓർത്തുമുട്ടുന്ന ആ പാട്ടുകളിലൂടെ വീണ്ടും അതിലൂടെ പോയി. ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടില് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തുടങ്ങിയ ഒരു വാക്കുണ്ട്. അതായത് ഇന്ന് നമുക്ക് ഒരു കാര്യം പറയേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയെ രണ്ട് കാലഘട്ടമായിട്ട് തിരിക്കാൻ പറ്റുള്ളൂ. ഭാവന പ്രതികരിച്ച സമയം തൊട്ട് ഉള്ള മലയാള സിനിമ എത്രത്തോളം മാറിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനു മുമ്പുള്ള മലയാള സിനിമയും ഈ മലയാള സിനിമയുടെ ഇടയിൽ ഒരേ ഒരു റെവല്യൂഷണറിയുടെ പേരെ നമ്മൾ പറയേണ്ടതുള്ളൂ. അത് നിസ്സംശയം പറയാൻ ഭാവനയാണ്. ആ സ്നേഹമാണ് ഇപ്പോൾ കേട്ടത്. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഹാർമോണിയസ് കേരളം നമ്മൾ കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് മാറണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെയാണ്. എങ്ങനെയാണ് ഈ ഹാർമോണിയെ കാണുന്നത്? ഹൗ ഇസ് ഇറ്റ് ഗോയിങ് ഇൻ കേരള? ഇനി എങ്ങനെയാണ് അത് മാറ്റാൻ സാധിക്കുന്നത്? അങ്ങനെ സത്യം എല്ലാവരും എനിക്ക് ഇപ്പം ഞാനൊരു പ്രോഗ്രാം ചെയ്തപ്പോൾ സുനിത ബിസിനസ് മാഡത്തിന് ഞാൻ കാണാനൊരു അവസരം ഉണ്ടായി. അവർ പറഞ്ഞ ഒരു വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ എനിക്കൊരു നമ്മളെല്ലാവരും അത് ഇടയ്ക്കെങ്കിലും ആലോചിക്കുന്നുണ്ടാവും. കാരണം അവർ പറഞ്ഞത് ഞാൻ അവിടെ സ്പേസിലിരുന്ന് നോക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരു പ്ലാനറ്റിലാണ്. എല്ലാവരും ഏത് റേസ്, റിലീജൻ, കാസ്റ്റ്, കളർ ഒന്നും മാറ്റർ അല്ല. ഒരു പ്ലാനറ്റിൽ നമ്മളെല്ലാവരും സെയിം ഓക്സിജൻ ഷെയർ ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. സെയിം സോഴ്സ് ഷെയർ ചെയ്ത്. സോ ബി കൈൻഡ്, എല്ലാവരോടും കൈൻഡായിരിക്കുക, എല്ലാവരോടും കമ്പാഷൻ ഉണ്ടാവുക. കാരണം ആരും ഒന്നും ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പോകുന്നില്ല. നമ്മളെല്ലാവരും ഒരു വെക്കേഷന് വന്നിരിക്കുകയാണ്, ഒരു ദിവസം അവിടെ അവസാനിക്കും. സോ അന്ന് ആലോചിക്കാൻ കുറേ നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിലുണ്ടാവട്ടെ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെ ലൈഫിലും പ്രശ്നങ്ങളുണ്ടാവും. എവ്രിബഡി ഈസ് ബാറ്റിലിംഗ് സംതിങ്. സോ എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും കൈൻഡ് ആയിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതേ പറഞ്ഞു എനിക്ക് പറയാം. തീർച്ചയായും ചിരിയോടുകൂടി നേരിടുന്ന ഒരാളുടെ തന്നെ അത് കേൾക്കുമ്പോൾ ഏറ്റവും സന്തോഷമാണ്. ഒരു കാര്യം പറയട്ടെ, ഈ ഹാർമണി നമ്മൾ പറഞ്ഞതുപോലെയാണ്. നമുക്കത് ഇതിനപ്പുറത്തേക്ക് വലിയ വാർത്തകൾ കേൾക്കാനില്ല. കാരണം ലോകത്തിന് മുകളിൽ നിന്ന് കണ്ട സിക്ത വില്യംസ് ആണ് അത് പറഞ്ഞത്. നമ്മളെല്ലാവരും ഹാർമണി എന്ന് ആലോചിച്ചാലും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം എന്ന് ആലോചിച്ചാലും നമ്മുടെ നാട്ടിലെ ഒരുപാട് നല്ല സത്യങ്ങളെ നർമ്മത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്ന ഒരാള് കഴിഞ്ഞ വർഷം അവസാനം നമ്മളെ വിട്ടുപോയി. അദ്ദേഹത്തെ ഓർത്തുകൊണ്ടേ നമുക്ക് ഏത് ഹാർമണിയും ആഘോഷിക്കാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിലേക്ക് നമുക്ക് കടക്കാം. ആളാരാണ് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ആ വീഡിയോ കാണുമ്പോൾ അദ്ദേഹത്തെ ഇഷ്ടമാണെങ്കിൽ കയ്യടിയിലൂടെ അറിയിക്കുക. വീഡിയോ പ്ലീസ്. പ്രണയിച്ചു പോവുകയാണ്. ആ സമയത്ത് ഇന്നസെന്റ് പുള്ളി എൻ്റെ കയ്യിൽ ഒരു
ഞാൻ ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ പൈസ ഒന്നുമില്ലല്ലോ, ഇത് എവിടെ നിന്ന് 400 രൂപ കിട്ടി? അപ്പോൾ പുള്ളി പറഞ്ഞു ആലീസിൻ്റെ വള, ഈ വളക്ക് മാർവാടിയുടെ കടയിൽ കിടന്നിട്ട് നല്ല ശീലമുള്ള വളയാണ്, നീ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ആ 400 രൂപയും കൊണ്ടാണ് ഞാൻ നാട്ടിലേക്ക് എത്തുന്നത്. വൈകുന്നേരമായപ്പോൾ അമ്മ പറഞ്ഞു അവിടെ കഴുത്തിനോട് തലി കെട്ടണം. ഞാൻ പറഞ്ഞു സ്വർണ്ണത്തിൻ്റെ തലി കെട്ടാൻ എന്തെങ്കിലും പൈസയൊന്നുമില്ല, നടക്കില്ല, അതില്ലാതെ പറ്റില്ല എന്നൊക്കെ അമ്മ ഒരുപാട് വായിച്ചു. ഞാൻ മമ്മൂട്ടിയുടെ രാത്രിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നാളെ എൻ്റെ കല്യാണമാണ്, നാളെ റേസൊക്കെ വെച്ചിട്ട് ആരെയും ക്ഷണിക്കുന്നില്ല, എനിക്കൊരു 2000 രൂപ ഉള്ള ആവശ്യമുണ്ട്. അപ്പോൾ 2000 രൂപ അദ്ദേഹം തന്നു. അങ്ങനെ ഞാൻ ഇതുകൊണ്ട് സ്വർണത്തിൻ്റെ ഒരു താലി വാങ്ങിച്ചു. റേസ് ഓഫീസിൻ്റെ വരാന്തയിൽ വെച്ചാണ് ഞാനത് എൻ്റെ ഭാര്യയായ അവരുടെ കഴുത്തിൽ കെട്ടുന്നത്. ഞാൻ പറഞ്ഞത് ഇത്രയുമാണ്, ഒരു ക്രിസ്ത്യാനി തന്ന 400 രൂപ, മുസ്ലിമായ മമ്മൂട്ടി തന്ന രൂപയ്ക്ക് ഹിന്ദുവായ പെൺകുട്ടിയുടെ കഴുത്തിൽ ഞാൻ കിട്ടിയ സ്വർണ്ണത്താലി. ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹം അത് പ്രസന്റ് ചെയ്തത്. എന്ത് മതം, എന്ത് ജാതി, നമ്മളെല്ലാം മനുഷ്യനെന്നുള്ളത് മാത്രം. ഭാവന, ശ്രീനിയേട്ടൻ്റെ ഓർമ്മ നമുക്ക് പറയാതെ പോകാൻ പറ്റില്ല. ശ്രീനിയേട്ടനോട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് അദ്ദേഹത്തിനോട് ഒരു സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ എനിക്ക് അവസരമായിട്ട് തോന്നാനുള്ള താല്പര്യമാണ്. പക്ഷെ അതൊരു ചെറിയ റോളാണ്. എങ്കിൽ പോലും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ശ്രീനിയോടെ ഞാൻ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര, കാരണം നമ്മൾ നമ്മൾ സ്നേഹിച്ച് ആസ്വദിച്ച സിനിമകൾ എന്ന് പറയുന്നത് കണക്കില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്തെങ്കിലും ഒരു തമാശ പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ചിരിക്കും. പിന്നെ ഞാനൊരു 1 month ഒരു ഷോ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനോട്. ഇതുപോലെയാണ്, ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സീരിയസ് ആയി സംസാരിക്കും. പക്ഷേ ഇടയിൽ നമ്മൾ പ്രതീക്ഷിക്കാതൊരു തമാശ പറയുമ്പോൾ അത് നമ്മൾ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യും. പക്ഷേ അദ്ദേഹത്തെ പോലെ ലെജൻസ് ഒരിക്കലും മരിക്കില്ല. ഇത് നമ്മളല്ല, അടുത്ത ജനറേഷനായാലും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള സിനിമകൾ എന്ന് പറയുന്നത് എന്നും ഫോറെവർ നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. Definitely. A big round of applause for that human called Srinivas.